വാർത്തയ്ക്ക് വിലക്കോ? വിഷയെടുത്തോ. മുഖ്യമന്ത്രിക്കെതിരായ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത് പോലീസ്. ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനത്തിനിടെ നടന്ന ഈ KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതാണ് മഹാ അപരാധമായി മാറിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിസംഘത്തിനും നേരെ ഷൂവേറ് നടന്നിടത്ത് വിനീതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി. പിന്നാലെ വിനീത വിജിയെ 5ാം പ്രതിയാക്കി ഇന്ന് കേസെടുത്ത കുറുപ്പുംപടി പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റമടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി ഉച്ചയോടെ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടെ വിനീത വിജിക്കെതിരായ പോലീസ് നടപടിയെ നിയമവഴിയിൽ നേരിടുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രവുമല്ല, ഈ 120B ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. KSU പ്രവർത്തകരുടെ ഫോണിലേക്ക് മാധ്യമപ്രവർത്തക നിരവധി തവണ വിളിച്ചെന്നും ഗൂഢാലോചനയ്ക്ക് ഇതാണ് തെളിവെന്നും പരിഹാസ്യമായ വാദം കുറുപ്പുംപടി പോലീസ് അധിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷ വിമർശനത്തോടെ നേരിട്ട വധശ്രമമടക്കമുള്ള വകുപ്പുകളും മാധ്യമപ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ മാധ്യമങ്ങളുടെ നാവരിയുക കൂടിയാണ് സർക്കാരും പോലീസും. 24 കൊച്ചി. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിയുടെ പേരിൽ കേസെടുത്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. നടപടി അപലപനീയമെന്ന് KUWJ വ്യക്തമാക്കി. മാധ്യമ സ്വാതന്ത്ര്യം പിണ്ടം വെച്ച് പിണറായി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് K സുധാകരൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് രാജഭരണമെന്ന് NK പ്രേമചന്ദ്രൻ MPയും കുറ്റപ്പെടുത്തി. വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിയുടെ പേരിൽ കേസെടുത്ത നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന KUWJ സംസ്ഥാന സെക്രട്ടറി ആർ കിരൺ ബാബു പറഞ്ഞു. ഇത് കൃത്യമായും തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകർ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നത് നഗ്നമായ രീതിയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ്. ഇതിൽ കേരള പത്രബോധ യൂണിയൻ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. നടപടി ജനാധിപത്യ വിരുദ്ധവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ MB പറഞ്ഞു. ജോലി ചെയ്തതിന്റെ പേരിൽ കേസെടുത്തത് അംഗീകരിക്കാനാവില്ലെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം നടത്തിയാൽ പോലും രക്ഷപ്പെട്ടു പോരുക, മറ്റുള്ളവർ ദൃക്സാക്ഷികളായാൽ പോലും അവരെ പ്രതികളാക്കുക, ജനങ്ങൾക്ക് അറിയേണ്ടത് അവരെ അറിയിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഭരണഘടനാപരമായ മനുഷ്യത്വപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുക. സംസ്ഥാനത്ത് രാജഭരണമാണ് നടക്കുന്നതെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ. കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ള കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ്. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോട് സൂചിപ്പിക്കാനായിട്ടുള്ള, അടിയന്തരമായി നവകേരള സദസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനില ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രിയിൽ പോയി കൊള്ളാവുന്ന ഡോക്ടറെ കണ്ട് കൊള്ളാവുന്ന പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ CL തോമസും പ്രതികരിച്ചു. ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ജോലി ചെയ്യാൻ അനുവദിക്കില്ല,
എന്ന് മാത്രമല്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ശുദ്ധമായ നഗ്നമായ കടന്നുകയറ്റമാണ്. കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ചൈനയിലെയും ക്യൂബയിലെയും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ പോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പ്രതിഷേധ സമരം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ വീണ്ടും കേസ്. DGPയുടെ വസതിയിലെ മഹിളാ മോർച്ച സമരം റിപ്പോർട്ട് ചെയ്തവർക്കെതിരെയാണ് കേസ്. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഗസയിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കണമെന്ന് പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. 13 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. US-ഉം റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഹമാസ് ആക്രമണത്തെ അപലപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അമേരിക്ക വോട്ട് ചെയ്യാത്തത്. അതേസമയം പ്രമേയം സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US പ്രതിനിധി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പരിക്കേറ്റ പലസ്തീൻ സ്വദേശികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഗസയിലെ ഫീൽഡ് ആശുപത്രിയിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിച്ച് UAE. ആരോഗ്യ പ്രവർത്തകരുടെ 4ാമത്തെ ബാച്ച് UAEയിൽ നിന്ന് പുറപ്പെട്ടു. 7 പേരാണ് സംഘത്തിൽ ഉള്ളത്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 2-നാണ് UAE ഗാസയിൽ ഫീൽഡ് ആശുപത്രിക്ക് തുടക്കമിട്ടത്. UAE പ്രസിഡന്റ് ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം UAEയുടെ കാരുണ്യ പദ്ധതിയായ ഗാലന്റ് നൈറ്റ് 3യുടെ ഭാഗമായാണ് ആശുപത്രി സ്ഥാപിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ പുതിയ സംഘത്തിൽ ഡോക്ടർമാരും നഴ്സുമാരുൾപ്പെടെ 7 പേരാണുള്ളത്. നിലവിൽ 35 വോളണ്ടിയർമാരാണ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 443 രോഗികൾക്ക് ഇവിടെ വിദഗ്ധ ചികിത്സ നൽകിയതായി അധികൃതർ വ്യക്തമാക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള തീവ്രപരിചരണ വിഭാഗം, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്റേണൽ മെഡിസിൻ, സൈക്കാട്രി, ഫാമിലി മെഡിസിൻ എന്നിവയ്ക്കുള്ള ക്ലിനിക്കുകളും ലബോറട്ടറി, ഫാർമസി തുടങ്ങി മറ്റനുബന്ധ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. ചെക്ക് റിപ്പബ്ലിക്കൻ തലസ്ഥാനമായ പ്രാഗിലെ ചാൾസ് സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി നടത്തിയ വെടിവെപ്പിൽ ഒരു UAE പൗരനും ഭാര്യയ്ക്കും പരിക്കേറ്റു. പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതടക്കം പരിശോധിച്ചു വരികയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചെക്ക് റിപ്പബ്ലിക്കൻ അധികൃതരുമായി ചേർന്ന് ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വെടിവെപ്പിൽ 14 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ UAE. റാസൽ ഖൈമയിലും അബുദാബിയിലും ലോക റെക്കോർഡുകൾ മാറ്റിയെഴുതുന്ന വെടിക്കെട്ട് ഉൾപ്പെടെ നടക്കും. ഗ്ലോബൽ വില്ലേജിലും ബുർജ് ഖലീഫയിലും നിരവധി പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പുതുവത്സരാഘോഷങ്ങൾ ഒരുക്കി ഇത്തവണയും UAE ലോകത്തെ വിസ്മയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ 4 ലോക റെക്കോർഡുകൾ പുതുവർഷത്തിൽ പിറക്കും. ദൈർഘ്യം, അളവ്, ഡിസൈൻ എന്നിങ്ങനെ 3 റെക്കോർഡുകൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് സ്വന്തമാക്കും. 5000 ഡ്രോണുകൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പരിപാടി മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കും. അൽമർജാൻ ഐലൻഡ് മുതൽ അൽഹംറ വില്ലേജ് വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ 8 മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രയോഗത്തിലൂടെ റാസൽ ഖൈമയിൽ 2 റെക്കോർഡുകൾ പിറക്കും. തുടർച്ചയായി 5ാമത്തെ വർഷമാണ് റാസൽ ഖൈമയിൽ ഇത്തരത്തിൽ വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നത്. ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവത്സര പിറവി സമയങ്ങൾക്കനുസരിച്ച് 7 തവണകളിലായി പുതുവത്സര ദിനാഘോഷം നടക്കും. ഓരോ രാജ്യത്തെയും പുതുവത്സര പിറവിയുടെ കൗണ്ട് ഡൗണും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. ബുർജ് ഖലീഫയിലും പരിസരത്തും ലൈറ്റ് ഷോയും വെടിക്കെട്ടും നടക്കും. ദ ബീച്ച്, JBR, ബ്ലൂ വാട്ടേഴ്സ് എന്നിവിടങ്ങളിൽ 100 കണക്കിന് ഡ്രോണുകളുടെ പ്രത്യേക ഷോയും നടക്കും. ഷാർജയിലും വിവിധയിടങ്ങളിൽ വെടിക്കെട്ടും മറ്റു പരിപാടികളും അരങ്ങേറും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വരും ദിവസങ്ങളിൽ പുതുവർഷത്തെ വരവേൽക്കാൻ UAEയിലെത്തുക. 24 ദുബായ്. കുവൈത്തിൽ വിദേശ തൊഴിലാളികൾ അയക്കുന്ന പണം മുൻവർഷത്തേക്കാൾ വൻ കുറവ്. ജനുവരി മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള കാലയളവിൽ 1.26 ബില്യൺ ദിനാറാണ് കുറവ്. 2.97 ബില്യൺ ദിനാറാണ് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾ വിവിധ ബാങ്കുകൾ വഴി അതാത് രാജ്യങ്ങളിലേക്ക് അയച്ചത്. 2022 ഇത് 4.23 ബില്യൺ ദിനാറായിരുന്നു. 30% കുറവാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത്. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്താറ കൾച്ചറൽ വില്ലേജിൽ സംഘടിപ്പിച്ച തത്സമയ ചിത്ര പ്രദർശനം കലാ സാംസ്കാരിക വിനിമയങ്ങളുടെ കൂടി വേദിയായി. അറബ് സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രദർശനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
അറബ് സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രദർശനത്തിൽ വിവിധ പ്രവാസി സമൂഹങ്ങൾ കൂടി ഒത്തുചേർന്നതോടെ പ്രദർശന നഗരി അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ വിനിമയ വേദിയായി മാറുകയായിരുന്നു. ഖത്താറയിലെ കടൽക്കരയിൽ അറബിയും അനറബിയും പാശ്ചാത്യനും ഇന്ത്യക്കാരനും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ അറബ് ജീവിതത്തിന്റെ മുക്കും മൂലയും വരെ വിവിധ നിറങ്ങളിൽ ക്യാൻവാസിൽ പകർത്തി. മതപരവും ഭാഷാപരവുമായ എല്ലാ അതിർവരമ്പുകളെയും മറികടക്കുന്നതാണ് കലയുടെ സർഗസിദ്ധിയെന്ന് അവർ ഒരേ മനസ്സോടെ പറയുന്നു. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അവർക്ക്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ അവരുടേതായ ഒരു വ്യൂസ് ഉണ്ടാവുമല്ലോ പെയിൻറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ അവർക്ക് കഴിവുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരം അഭിപ്രായങ്ങൾ. അത് തന്നെ. വിവിധ സംസ്കാരങ്ങളുമായി ഇടപഴകാനും പരസ്പരം അടുത്തറിയാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചതെന്ന് ഖത്തരി ചിത്രകാരിയും എഴുത്തുകാരിയുമായ മുന 24-നോട് പറഞ്ഞു. When you meet to other people's artists, you will take from them the experience and you will give them your experience. Experience to cultural interaction. Yeah. എങ്ങനെയാണ് ഒരു കലയെ അല്ലെങ്കിൽ ഒരു കല ഒരു സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഓരോ വ്യക്തികളുടെയും. ചിത്രകലയിലെ വിവിധ സങ്കേതങ്ങൾ പരിചയപ്പെടാനുള്ള അവസരത്തിനു പുറമെ കലാകാരന്മാരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം കൂടിയാണ് സന്ദർശകർക്ക് പ്രദർശനത്തിലൂടെ ലഭിച്ചത്. അൻവർ പാലേരി, 24, ദോഹ. സ്കിൽ ഫോക്കസിലേക്ക് വീണ്ടും. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രതിയെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി റദ്ദാക്കണം എന്നാണ് ആവശ്യം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ. തെളിവുകളുടെ അഭാവമാണ് പ്രതി അർജുനെ വെറുതെ വിട്ടതിന് പ്രധാന കാരണമായി വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. ഇതിനിടെ അർജുനെതിരെ കേസിലെ മുഖ്യസാക്ഷിയായ കടയുടമ ഗീത രംഗത്തെത്തി. കുട്ടിക്ക് നൽകാൻ മിഠായി വാങ്ങിയിരുന്നെന്ന് അർജുൻ പറഞ്ഞിരുന്നത് കുട്ടിക്ക് നൽകാൻ മിഠായി വാങ്ങിയിരുന്നില്ലെന്ന് അർജുൻ പറഞ്ഞിരുന്നത് കളവാണെന്ന് ഗീത പറഞ്ഞു. നവകേരള സദസ്സ് സമാപിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ആരോപണങ്ങൾക്ക് മൂർച്ചകൂട്ടി ഭരണ പ്രതിപക്ഷ ക്യാമ്പുകൾ. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളിലെ അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. നവകേരള സദസ്സിനോട് UDF-നല്ല കേരളത്തിന് ഒന്നാകെ അലർജിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ആയുധമാക്കിയത്. UDF നേതൃത്വത്തിന്റെ ആക്രമണ മനോഭാവമാണ് പ്രതിഷേധങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നിലയെടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. കലാപത്തിനുള്ള ബോധപൂർവ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണകൂട വ്യവസ്ഥയെ ഭരണഘടനാപരമായ അധികാരാവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണമാണ്. കേരളത്തിനൊന്നാകെ നവകേരള സദസ്സിനോട് അലർജി എന്നായിരുന്നു ഭരണ വിമർശനങ്ങൾക്ക് VD സതീശന്റെ മറുപടി. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടിയതാ. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അടിക്കും എന്ന് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ. വാക്പോരും പ്രതിഷേധങ്ങളും സംഘർഷവും രൂക്ഷമായി തുടരുന്നതിനിടെ നവകേരള സദസ്സിന് നാളെ വട്ടിയൂർക്കാവിൽ സമാപനമാകും. 24 തിരുവനന്തപുരം. കർണാടകയിൽ ഹിജാബ് നിരോധനം നീക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ക്ലാസ് മുറികളിൽ ഹിജാബ് ധരിക്കുന്നത് വിലക്കിയുള്ള ഉത്തരവ് പിൻവലിക്കും. ഭക്ഷണവും വസ്ത്രവും തീരുമാനിക്കേണ്ടത് വ്യക്തികളെന്നും കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ഹിജാബ് നിരോധനം അത് പിന്നീട് വലിയ വിവാദമാകുന്ന സാഹചര്യം, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, കോടതികളിലേക്ക് പോയി വലിയ നിയമ പോരാട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് സർക്കാർ ആ നിരോധനം നീക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സിദ്ധരാമയ്യ പറയുന്നത് എന്താണ് അച്യുതൻ?
റീജിത്ത്, തീർച്ചയായിട്ടും ഈ കർണാടക സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായത് ഈ ഒരു വിഷയത്തോടു കൂടിയാണ്. കാരണം ഈ 2022 ഫെബ്രുവരിയിലാണ് ഹിജാബ് നിരോധനം BJP സർക്കാർ ഏർപ്പെടുത്തുന്നത്. സ്കൂളുകളിലും പ്രീ യൂണിവേഴ്സിറ്റികളിലുമായിരുന്നു നിരോധനം കൊണ്ടുവന്നത്. തുടർന്ന് വലിയ അതൊരു സംസ്ഥാനത്ത് പ്രക്ഷോഭത്തിനിടയാക്കി. തുടർന്ന് ഈ സിദ്ധരാമയ്യ സർക്കാർ ഈ അധികാരത്തിൽ വരുന്നത് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ, കോൺഗ്രസ് അന്നിറക്കിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിറക്കിയ പ്രകടന പത്രികയിൽ വരെ ഹിജാബ് നിരോധനം ആ ഉത്തരവ് പിൻവലിക്കുമെന്നതടക്കമുള്ളത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിൽ പോലും അത് പലയിടങ്ങളിൽ ആവർത്തിച്ചു. എന്നാൽ അതിപ്പോൾ കോൺഗ്രസ് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. സിദ്ധരാമയ്യ ഈ ഹിജാബ് നിരോധനം പിൻവലിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു ആളുകളുടെ വസ്ത്രം, ഭക്ഷണം എന്നിവയൊന്നും അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കൈകടത്തുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് മറ്റൊരു കാര്യം എന്നുള്ളത്, വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒന്നാണ്. അന്ന് ഈ കേസ് പരിഗണിച്ച ബെഞ്ച് വിഭിന്ന വിധി പുറപ്പെടുവിക്കുകയും തുടർന്ന് വിശാല ബെഞ്ചിലേക്ക് ഹിജാബ് കേസ് കൈമാറുകയുമാണ് ചെയ്തത്. എന്തായാലും കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നീക്കവുമായി കർണാടക സർക്കാർ ഒരുങ്ങുന്നത്. വരുന്ന 2024 തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. റിജിത്ത്, ശരി. കർണാടകയിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഹിജാബ് നിരോധനം നീക്കും എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ BJP സർക്കാരിൻ്റെ കാലത്തെ തീരുമാനം, അത് ആ ഉത്തരവ് റദ്ദാക്കും എന്ന് വ്യക്തമാക്കുന്നു പുതിയ കോൺഗ്രസ് സർക്കാർ. ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ITIയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷ പ്രകടനത്തിനിടയിലാണ് ജീപ്പ് തല്ലിപ്പൊളിച്ചത്. അക്രമിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ CPIM നേതാക്കളെത്തി പ്രതിയെ മോചിപ്പിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഏതാനും ദിവസമായി ചാലക്കുടി ITയിൽ SFI ABVP തർക്കം നിലനിന്നിരുന്നു. അതിൽ പോലീസ് ഇടപെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ഇന്ന് കോളേജിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI പ്രവർത്തകരും സ്ഥലത്തെ DYFI നേതാക്കളും ചേർന്ന് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ജീപ്പിന് മുകളിൽ കയറി നിന്ന തല്ലിപ്പൊളിച്ചത്. ഈ സമയം 2 പോലീസുകാരാണ് ജീപ്പിലുണ്ടായിരുന്നത്. DYFIയുടെ നേതാവ് നിതിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതോടെ CPIM നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിനെ CPIM നേതാക്കൾ തന്നെ മോചിപ്പിച്ചു. അതിനിടെ പോലീസ് ലാത്തി വീശി. ഇതോടെ നിതിൻ രക്ഷപ്പെട്ടു. പിന്നാലെ DYSPയുടെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ താമസിച്ച വീട് പോലീസ് പരിശോധിച്ചു. വീണ്ടും വാക്കുതർക്കവും DYSPക്ക് നേരെ കയ്യേറ്റ ശ്രമവും. പിന്നാലെ പോലീസ് വീണ്ടും ലാത്തി വീശി. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CPM നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. സ്ഥലത്ത് കൂടുതൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 തൃശൂർ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാർ സിംഗിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ പത്മശ്രീ തിരികെ നൽകി. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ ദൗർഭാഗ്യകരമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകിയിരിക്കുകയാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം താരം അറിയിച്ചത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. സാക്ഷി മാലിക്കിന്റെ വിരമിക്കലിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഒരു താരത്തെ നഷ്ടമായതിന് ഉത്തരവാദി സർക്കാരെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. It is the government and their careless attitude. And they are actually responsible for this and they are answerable. ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് നീതി ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്. बस मेरे 1-2 छोटे-छोटे सवाल हैं कि अगर ये आपकी किसी माँ बहन बेटी के साथ हुआ होता, क्या तब भी आप लोग ऐसे ही चुप रहते? या मोदी सरकार तब भी ऐसे ही चुप रहती? സാക്ഷി മാലിക് ചെയ്യേണ്ടത് വീണ്ടും മത്സരത്തിൽ പങ്കെടുത്ത് കരുത്ത് തെളിയിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും അംഗീകരിക്കണമെന്നും ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് പ്രതികരിച്ചു. സാക്ഷി മാലിക് ചെയ്യേണ്ടത് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഞാനിതാ ഇന്ത്യൻ ചാമ്പ്യനാണ് വീണ്ടും, ഞാനിതാ ഏഷ്യൻ ചാമ്പ്യനാണ് വീണ്ടും തെളിയിച്ച് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരാൾ വിരമിച്ചാലും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് കുറഞ്ഞാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്കുണ്ട്. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിൽ ഇതുവരെ കേന്ദ്ര കായിക മന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല എന്നത് ദൗർഭാഗ്യകരം എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം. 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.